ഹരികൃഷ്ണനുണ്ട്. ഹരി ഈ പറയുന്നത് പോലെ തന്നെ ഹരി നിയമം ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ, അതായത് അവസാനം വരെ മാറി മറിയുമോ എന്നുള്ള ഒക്കെയും LDF ഒക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്ന മണ്ഡലമാണ്. KS ശബരിനാഥൻ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ ശബരി വോട്ട് പിടിക്കുമെന്നുള്ള രീതിയിലേക്കൊക്കെ ഒരു പ്രചാരണം ഉണ്ടായെങ്കിൽ പോലും അങ്ങനെ വലിയ തോതിലേക്ക് ശബരിക്ക് അവിടെ ആഴ്ന്നിറങ്ങാൻ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് റിസൾട്ട് നോക്കുമ്പോൾ മനസ്സിലാവുകയും ചെയ്യുന്നത്. ഒപ്പം കഴക്കൂട്ടത്തെ വിജയവും, കഴക്കൂട്ടത്ത് സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിഷയമാകുമെന്ന് ഇന്നലെ കടകംപള്ളി പ്രതികരിക്കുന്നത് നമ്മൾ കേട്ടു. എന്തൊക്കെയാണ്, അതൊക്കെ തന്നെയാണോ റിസൾട്ടിന്റെ ഭാഗമായത് NDAയുടെ വിജയത്തിന്? അതല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ആ വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്തതാണ്. അതെല്ലാം നമുക്ക് അറിയാവുന്നതാണ്. ഈ കഴക്കൂട്ടവും ഒപ്പം തന്നെ നേമവും BJPക്ക് വളരെ പ്രതീക്ഷയുള്ള 2 മണ്ഡലങ്ങളായിരുന്നു. തിരുവനന്തപുരത്തെ 3 മണ്ഡലങ്ങളിൽ 2 എണ്ണം അത് തന്നെയായിരുന്നു. ഇതിൽ കഴക്കൂട്ടത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കം മുതൽ ഒരു വ്യക്തമായ ഒരു ലീഡ് നിലനിർത്തി പോകാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യവും. അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. കാരണം എല്ലാ റൗണ്ട് എണ്ണിയപ്പോഴും രാജീവ് ചന്ദ്രശേഖരന് തന്നെയായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് ഈ LDF ശക്തി കേന്ദ്രങ്ങൾ എണ്ണുമ്പോൾ പോലും വലിയൊരു വ്യത്യാസം, വലിയൊരു ഇടിവ് രാജീവ് ചന്ദ്രശേഖരന് ലീഡ് നിലയിൽ വന്നില്ല എന്നുള്ളത് അദ്ദേഹത്തിന് വളരെ ഗുണം ചെയ്തു. അതുകൊണ്ട് തന്നെ അവസാന റൗണ്ടിലേക്കൊക്കെ പോയപ്പോൾ അവസാനത്തെ ഒരു 9 റൗണ്ട് 14 റൗണ്ട് 9 to 12 റൗണ്ട് വരെ LDFന് ഒരു അല്പം മേൽക്ക് കിട്ടുമെന്ന് തോന്നിച്ചെങ്കിലും അവിടെയൊക്കെ രാജീവ് ചന്ദ്രശേഖർ തൻ്റെ ലീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അത് കഴിഞ്ഞൊരു 16 കഴിഞ്ഞതിന് ശേഷമുള്ള ലീഡ് നില എന്ന് പറയുന്നത്, ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരന് വ്യക്തമായ ലീഡ് നേടി അദ്ദേഹത്തിന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് നമുക്ക് നിയമത്തെക്കുറിച്ച് പറയാൻ കഴിയുന്നത്. KS ശബരിനാഥൻ വലിയൊരു ഇമ്പാക്റ്റ് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. ഇനി കഴക്കൂട്ടത്തേക്ക് വരികയാണെങ്കിൽ 18 റൗണ്ടുകൾ എണ്ണിയപ്പോൾ 3 റൗണ്ടുകൾ മാത്രമാണ് NDA അവിടെ ലീഡ് ചെയ്തത്. അതായത് V മുരളീധരൻ ലീഡ് ചെയ്തത്. അത് ഒന്ന് 7ാമത്തെ റൗണ്ടാണ്. 7ാമത്തെ റൗണ്ടിൽ 9 വോട്ടിന് മാത്രമായിരുന്നു NDAയുടെ ലീഡ്, V മുരളീധരന്റെ ലീഡ്. ബാക്കി 16 റൗണ്ട് കഴിയുന്നവരെയും 16 റൗണ്ടുകൾ എണ്ണി തിന്നപ്പോഴും ബാക്കി 15 റൗണ്ടിലും കടകംപള്ളി സുരേന്ദ്രൻ വലിയൊരു ലീഡ് നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ലീഡ് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ കഴിഞ്ഞു. ഒരു ഘട്ടത്തിൽ പോലും 2000-ന് പുറത്ത് ലീഡ് നില അവിടെ LDFന് ഉയർന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 16 എണ്ണിക്കഴിഞ്ഞു. 17ാമത്തെ റൗണ്ട് എണ്ണി 17, 18 ഈ 2 റൗണ്ടുകൾ വളരെ നിർണായകമായി. 17ാമത്തെ റൗണ്ടിലാണ് V മുരളീധരൻ തൻ്റെ ലീഡ് നില തിരിച്ചു പിടിക്കുന്നത്. അതും ഒരു 3 അക്ക സംഖ്യ മാത്രം, അതായത് 200-ന് മുകളിൽ ലീഡാണ് അദ്ദേഹം അവിടെ നേടിയത്. ഇത് കഴിഞ്ഞ് 18ാമത്തെ റൗണ്ടും കൂടി എണ്ണപ്പോൾ അവിടെ BJPക്ക് മേൽക്കെ ഉള്ള BJP പ്രതീക്ഷ വയ്ക്കുന്ന ഒരു റൗണ്ടുകളായിരുന്നു ഇത് രണ്ടും എന്നുള്ളത് ഇതിൻ്റെ കൂട്ടത്തിൽ പറയേണ്ടതാണ്. ഒപ്പം UDF ചിലപ്പോൾ ലീഡ് ചെയ്യാൻ പ്രതീക്ഷ ഉണ്ടായിരുന്ന സ്ഥലം കൂടിയായിരുന്നു. ഈ മണ്ണന്തല ഭാഗങ്ങളായിരുന്നു അവിടെ ഇടവക്കോട്, മണ്ണന്തല, ഉള്ളൂർ ഭാഗങ്ങളാണ് അവസാന റൗണ്ട്. ഇവിടെ എണ്ണിയപ്പോഴാണ് V മുരളീധരൻ തൻ്റെ വിജയം അവിടെ സ്വന്തമാക്കിയത്. 400-ലേറെ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹത്തിന് അവിടെ വിജയിക്കാൻ സാധിക്കുകയും ചെയ്തു. ശരി, ഹരിയാണ്. അതായത് ഹരി പറഞ്ഞതുപോലെ തന്നെ ഇതൊക്കെ ഘടകമായിട്ടുണ്ട്. കഴക്കൂട്ടത്തുൾപ്പെടെ, കഴക്കൂട്ടം ഒക്കെ അവസാന ഘട്ടമാകുമ്പോഴേക്കാണ് അല്ലെ, ചെറിയ ഭൂരിപക്ഷമാണെങ്കിൽ അവിടെ വിജയിച്ച് കയറാൻ സാധിച്ചിരിക്കുന്നു V മുരളീധരന്. മുരളീരവം എന്നുള്ളതാണ് അല്ലേ. ആകെയുള്ള 14 സീറ്റുകൾ, അതിൽ NDA 2 എണ്ണം പിടിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ 7 സീറ്റുകൾ UDF, 5 LDF എന്നുള്ള കണക്കാണ്. NDA സംബന്ധിച്ചൊരു തിരിച്ചുവരവ് എന്നുള്ള രീതിയിൽ തന്നെ പ്രതീക്ഷിക്കാത്ത തലസ്ഥാനമാണ്, തലസ്ഥാന ജില്ലയിലൊന്നും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്കുള്ളൊരു തിരിച്ചടിയിലേക്ക് എത്തിയിരിക്കുന്നു LDF എന്നുള്ളതാണ്. ഇപ്പോൾ നേതാക്കന്മാരൊക്കെ, അതായത് തോറ്റ LDFിലെ നേതാക്കന്മാരും മന്ത്രിമാരും ഒക്കെ ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ഇടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. തോൽവി അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം കേട്ടോ. തോൽവി അംഗീകരിച്ചിരിക്കുന്നു, തോൽവിയിൽ നിന്ന് പഠിക്കുമെന്നൊക്കെ പറയുന്നു. എന്തായാലും പൊതുജനം കഴുതയല്ല എന്ന് മനസ്സിലാക്കേണ്ടുന്ന അവസ്ഥയാണോ എന്താണ്? ഇവിടെ മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ സ്റ്റാലിന്റെ തോൽവി, മമതാ ബാനർജിയുടെ തോൽവി, ബംഗാളിൽ അതായത് തൃണമൂലിന് നഷ്ടപ്പെടുന്നു, BJP അധികാരത്തിലിരുന്നു. അങ്ങനെ വലിയ മാറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എന്നുള്ളതാണ്